റഷ്യ യുക്രൈൻ യുദ്ധം 1000 ദിവസം പിന്നിട്ടു. യുദ്ധം എന്നവസാനിക്കും? ആർക്കും അതിനുത്തരമില്ല. ഇരു രാജ്യങ്ങൾക്കും കനത്ത നഷ്ടമാണ് ഈ യുദ്ധം നൽകിയത്. ഏറ്റവും വിനാശകരമായ യുദ്ധത്തിനാണ് യൂറോപ്പ് സാക്ഷ്യം വഹിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിനു ശേഷം ലോകം കണ്ട ഏറ്റവും വലിയ സംഘർഷം. സൈനികമായും സാമ്പത്തികമായും നിരവധി വെല്ലുവിളികളാണ് ഇരു രാജ്യങ്ങളും നേരിടുന്നത്. യുദ്ധം ഉടനെയൊന്നും അവസാനിക്കുമെന്നും തോന്നുന്നില്ല. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുമെന്നായിരുന്നു പ്രചാരണവേളയിൽ നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പ്രഖ്യാപിച്ചത്. എന്നാൽ അത് എത്രത്തോളം നടപ്പാക്കാൻ കഴിയുമെന്ന് കണ്ടറിയണം. 2022 ഫെബ്രുവരി 24-നാണ് യുക്രൈന് നേരെ റഷ്യയുടെ ആക്രമണം ആരംഭിച്ചത്. നാറ്റോ സൈനിക സഖ്യത്തിൽ യുക്രൈൻ ചേരുന്നതുമായി ബന്ധപ്പെട്ട തർക്കമാണ് യുദ്ധത്തിലേക്ക് എത്തിയത്. സംഘർഷത്തിന്റെ തുടക്കത്തിൽ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് പകരം കൂടുതൽ ആയുധങ്ങൾ നൽകി ലോകരാജ്യങ്ങൾ കൈയയച്ച് സഹായിക്കുകയാണ് ചെയ്തത്. 2024 ഓഗസ്റ്റ് വരെ 11,743 പേർ മരിച്ചുവെന്ന് ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പറയുന്നു. 24,600 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. 589 കുട്ടികൾ മരിച്ചു. മരണസംഖ്യ ഇതിലും കൂടുമെന്നാണ് വിലയിരുത്തൽ. കൊല്ലപ്പെട്ടവരിൽ അധികവും സൈനികരാണ്. എത്ര സൈനികർ കൊല്ലപ്പെട്ടെന്ന യഥാർത്ഥ കണക്ക് ഇരു രാജ്യങ്ങളും പുറത്തുവിട്ടിട്ടില്ല. റഷ്യ പുറത്തുവിട്ട കണക്കിനേക്കാൾ കൂടുതൽ മരണം സംഭവിച്ചിട്ടുണ്ടെന്നാണ് ചൂണ്ടിക്കാട്ടുന്നത്. ഒരു ദിവസം മാത്രം 1000 സൈനികർ വരെ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. യുദ്ധം 1000 ദിവസം പിന്നിടുമ്പോൾ യുക്രൈൻ വൻ തകർച്ചയിലേക്കാണ് നീങ്ങുന്നത്. 60 ലക്ഷത്തോളം പേർ വിദേശത്തേക്ക് പലായനം ചെയ്തു. 40 ലക്ഷത്തോളം പേർ ആഭ്യന്തരമായി കുടിയിറക്കപ്പെട്ടു കഴിഞ്ഞു. രാജ്യത്തെ ജനസംഖ്യ 10 ദശലക്ഷമായി കുറഞ്ഞുവെന്നാണ് ഐക്യരാഷ്ട്രസഭയുടെ നിഗമനം. ഉക്രൈനിന്റെ 1/5 ഭാഗം ഇപ്പോൾ റഷ്യയുടെ കൈവശമാണ്. ഡോൺബാസ് മേഖലയുടെ ഭൂരിഭാഗവും അസോവ് തീരപ്രദേശവുമെല്ലാം ഇപ്പോൾ റഷ്യയുടെ കൈവശമാണ്. യുദ്ധത്തിന്റെ ആരംഭത്തിൽ വലിയ രീതിയിൽ പ്രദേശങ്ങൾ റഷ്യ പിടിച്ചടക്കിയിരുന്നു. എന്നാൽ യുക്രൈനിന്റെ ഭാഗത്തു നിന്ന് തിരിച്ചടി കനത്തതോടെ റഷ്യൻ മുന്നേറ്റത്തിന്റെ വേഗത കുറഞ്ഞു. യുക്രൈനിലെ മരിയുപോൾ പോലുള്ള നഗരങ്ങൾ പൂർണ്ണമായും നശിക്കുകയും പലതും വാസയോഗ്യമല്ലാതായി. യുദ്ധം യുക്രൈനിന്റെ സമ്പദ്ഘടനയ്ക്കും വലിയ ആഘാതമാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. 2023 അവസാനത്തോടെ അടിസ്ഥാന സൗകര്യങ്ങളുടെ നാശം $152 മില്യൺ ആണെന്നാണ് ലോകബാങ്കിന്റെയും മറ്റ് സംഘടനകളുടെയും വിലയിരുത്തൽ. ഇവ നേരെയാക്കാൻ $486 ബില്യൺ വേണ്ടിവരുമെന്നാണ് കണക്ക്. യുക്രൈനിലെ ഊർജ്ജ കേന്ദ്രങ്ങൾക്ക് നേരെയും നിരന്തരം റഷ്യ ആക്രമണം അഴിച്ചുവിടുന്നുണ്ട്. അതിനാൽ തന്നെ സാധാരണക്കാർക്കും വ്യവസായങ്ങൾക്കും ആവശ്യമായ വൈദ്യുതി അടക്കം ലഭ്യമല്ലാത്ത അവസ്ഥയാണ്. യുദ്ധത്തിന്റെ തുടക്കത്തിൽ യുക്രൈനിൽ നിന്നുള്ള ധാന്യ കയറ്റുമതി നിലച്ചത് ആഗോളതലത്തിൽ തന്നെ ഭക്ഷ്യ അരക്ഷിതാവസ്ഥ സൃഷ്ടിച്ചു. യുക്രൈനിന്റെ GDPയുടെ 26% ചെലവഴിക്കുന്നത് ഇപ്പോൾ പ്രതിരോധത്തിന് വേണ്ടിയാണ്. ദിവസേനയുള്ള സൈനിക പ്രവർത്തനങ്ങൾക്ക് $140 മില്യൺ ചെലവ്. പാശ്ചാത്യ സാമ്പത്തിക സഹായത്തെ ആശ്രയിച്ചാണ് യുക്രൈൻ മുന്നോട്ടു പോകുന്നത്. സമ്പദ് വ്യവസ്ഥ നിലനിർത്താനും സാമൂഹിക സേവനങ്ങൾക്കുമായി ഇതുവരെ $100 ബില്യൺ സഹായമാണ് ലഭിച്ചത്. റഷ്യയുടെ സാമ്പത്തിക മേഖലയെയും യുദ്ധം കാര്യമായി ബാധിച്ചിട്ടുണ്ട്. അന്താരാഷ്ട്ര ഉപരോധം, എണ്ണ അടക്കമുള്ളവയുടെ കയറ്റുമതി കുറഞ്ഞത്, വർദ്ധിച്ച സൈനിക ചെലവ് എന്നിവ രാജ്യത്തെ ഗുരുതരമായി ബാധിച്ചു.